എൻ്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ബ്രൈഡൽ ഓർണമെൻറ്റ്സും ഔട്ട്ഫിറ്റ്സും ഒക്കെ റെൻറ്റിന് കൊടുക്കുക. അതുപോലെ ഞാനൊരു മെഹന്തി ആർട്ടിസ്റ്റാണ്, അപ്പോൾ ബ്രൈഡിനൊക്കെ മെഹന്തി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഐഡിയ പറയുമ്പോൾ LED ലൈറ്റ് മാനുഫാക്ചറിങ്ങും അതേപോലെ തന്നെ നമ്മളെ നോർമലായിട്ടുള്ള ഫാനിനെ BLDസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈ ഒരു 2 ഐഡിയകളാണ് എൻ്റെ ഐഡിയകളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വലുതായിരുന്നു. ഇങ്ങനെ ധാരാളം കാറ്റഗറി ഞാൻ സെർച്ച് ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ടും എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടും വന്നതായിരുന്നു LED ലൈറ്റ് മാനുഫാക്ചറിങ്. കസിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഇതിൻ്റെ റേറ്റ് കുറച്ചുകൂടി ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം ഒരു താങ്ങാൻ പറ്റുന്ന പൈസയിൽ നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൽക്ക് അന്നത്തെ ദിവസം നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തപ്പം ആൾക്കാർ ചോദിക്കും ഇതെന്ത് ബ്രാൻഡ് ഉണ്ടോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും. കാരണം ഓൾമോസ്റ്റ് എല്ലാവരുടെ മൈൻഡിലും ഒരു ബ്രാൻഡ് ഉണ്ടാവും. നമുക്കൊക്കെ അറിയാം, നമ്മളും ഓരോ സാധനം വാങ്ങാൻ പോകുമ്പോൾ ബ്രാൻഡ് നോക്കിയിട്ടാണ് വാങ്ങാറ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മളെ ബൾബൊന്ന് സൈഡിലേക്ക് പോകാറുണ്ടായിരുന്നു. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കൊറോണ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് അധികം ഓർഡേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് വെറുതെ ആവുമോ എന്നുള്ളൊരു തോട്ടൊക്കെ എൻ്റെ മനസ്സിൽ വന്നിരുന്നു. ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മിസ് ഞങ്ങളോട് ഇത് പറയണത്, ഇങ്ങനൊരു പ്രോഗ്രാമിനെ പറ്റി. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ആശയമുള്ള ഒരാൾക്ക് എന്തായാലും ലീപ് പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. The first element of LEAP curriculum is introduction into entrepreneurship, because when students come into ITIs, we may have to give them a brief into what entrepreneurship is, what an entrepreneur is, what entails becoming an entrepreneur. So that is the first part of our LEAP curriculum. ഇങ്ങനെയുള്ള ടൈപ്പ് കസ്റ്റമേഴ്സൊക്കെ നമ്മളെ അടുത്തേക്ക് വരും. അപ്പോൾ ഓരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളത് എനിക്ക് ലീപ്പ് എന്നുള്ള സെക്ഷനിലൂടെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ എങ്ങനെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഐഡിയനെ നമുക്ക് എങ്ങനെ വളർത്താൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു ലീപ് പ്രോഗ്രാമിലൂടെ കിട്ടുന്നത്. So whenever cycle of LEAP program starts, we have reader buddy selection. റീഡർ ബഡിയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടീച്ചേഴ്സ് ഓരോരോ വർക്കും കാര്യങ്ങളും തരും. അത് നമ്മൾ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഒരു ടൈം കൊടുത്തിട്ടുണ്ടാവും. ആ ടൈമിനുള്ളിൽ ആ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരു ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി നടക്കുക. Once the reader buddies are selected, we conduct multiple district expos where students present their business ideas, their products. എക്സ്പോ ജയിച്ചപ്പോഴുള്ള ഫീലിംഗ് പറയുമ്പോൾ വളരെ ഹാപ്പിനെസ് ആയിരുന്നു. വിളിച്ചപ്പം തന്നെ എനിക്ക് വളരെ ഹാപ്പിനെസ് കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ സ്റ്റേജിലേക്ക് അവിടെ നടന്ന് ഞാൻ എത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയ വഴിയാകുമ്പോൾ ഒരുപാട് ആളുകൾ അറിയുന്നുണ്ട് നമ്മളെ ബിസിനസ്സിനെ പറ്റിയൊക്കെ. പിന്നെ എനിക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി എൻ്റെ ബിസിനസ് ഞാൻ ഇത് ചെയ്യണോണ്ട് കാര്യമുണ്ട്. സ്വന്തം പ്രൊഡക്റ്റ് ഞാൻ ആദ്യം വിറ്റത് എൻ്റെ വീടിനകത്താണ്. ഞാൻ ആ ഒരു ഫസ്റ്റ് ബൾബ് കൊടുത്തത് എൻ്റെ ഉമ്മാക്കാണ്. അതെന്താ പറയുക വെച്ചാൽ ഒരു ഭാഗ്യം പോലെയാണ്. കാരണം ആ ഒരു സാധനം നല്ലോണം എനിക്ക് മൂവ്മെൻ്റ് ഉള്ളതുപോലെ തോന്നാറുണ്ട്. എൻ്റെ ഈ ഒരു ബിസിനസ് കൊണ്ടുവന്ന് പല കുടുംബങ്ങൾക്കും ജോലി കൊടുക്കാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് സാധിക്കട്ടെ എന്നെല്ലാവരും പ്രാർത്ഥിക്കും. എൻ്റെ ഒരു ബിസിനസ് കൊണ്ട് എനിക്ക് സമൂഹത്തിലൊരു ഇമ്പാക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പൈസ ഉള്ള ഒരാളെ വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിലും പൈസ ഇല്ലാത്തൊരു നോർമലായിട്ടുള്ള പീപ്പിൾസിൻ്റെ വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിലും അതിൽ രണ്ടുപേർക്കും ആ ഡ്രസ്സിങ്ങിലും ആ ഓർണമെൻറ്റ്സിൽ കൂടെയൊക്കെ ഒരു ഈക്വലായിട്ട് രണ്ടുപേർക്കും ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.